ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. കാർബണിന്റെ രൂപാന്തരങ്ങൾ, നോൺ മെറ്റൽ അലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് കാർബണിന്റെ രൂപാന്തരങ്ങൾ, അലോട്രോപ്സ് ഓഫ് കാർബൺ. ഇതിൽ രണ്ട് തരത്തിലുള്ള രൂപാന്തരങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഒന്നാമത്തത് അമോർഫസ്, മറ്റൊന്ന് ക്രിസ്റ്റലൈനിൽ. ഇതിൽ ക്രിസ്റ്റലൈനിൽ പെട്ട ഡയമണ്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ വരുന്ന ഒരു സെക്ഷനാണ് കാർബണിന്റെ അലോട്രോപ്സ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കാറുണ്ട്. നമുക്കൊന്ന് അതൊന്ന് പരിചയപ്പെട്ട് നോക്കിയാലോ. കാർബണിന് രണ്ട് തരത്തിലുള്ള രൂപാന്തരങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അലോട്രോപ്സ് ഓഫ് കാർബൺ ഈസ് 2 ടൈപ്സ്. അതിൽ പ്രധാനമായിട്ടും ഒന്നാമത്തെയാണ് ക്രിസ്റ്റലൈൻ ഫോംസ്. കൃത്യമായ സ്ട്രക്ചറും കൃത്യമായ ഘടനയും ഉള്ളവരാണ് ക്രിസ്റ്റലൈൻ ഫോമുകൾ എന്നറിയപ്പെടുന്നത്. അടുക്ക് ചിട്ടകളായിട്ട് അറേഞ്ച് ചെയ്ത ഒരു രൂപാന്തരമാണ് ക്രിസ്റ്റലൈൻ ഫോംസ്. അതിൽ ഒന്നാമത്തേതാണ് ഡയമണ്ട്, രണ്ടാമത്തെയാണ് ഗ്രാഫൈറ്റ്, മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നു ഫുള്ളറിന്, നാലാമത്തെയാണ് ഗ്രാഫിന്. ഇങ്ങനെ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നുണ്ട് കാർബണിന്. ഇനി കാർബണിൻ്റെ രണ്ടാമത്തെ അലോട്രോപ്പാണ് അമോർഫസ് ഫോമുകൾ. അതിൽ ഒന്ന് കോള്, രണ്ടാമത്തേത് ചാർക്കോള്, 3 കോക്ക്, നാലാമത്തേത് ലാംബ്ലാക്ക് എന്നിവരാണ്. കാർബണിൻ്റെ രൂപാന്തരങ്ങളിൽ നമ്മൾ ക്രിസ്റ്റലിനെ കുറിച്ച് പരിചയപ്പെട്ടു. അതിൽ തന്നെ ഡയമണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം ഫേവറേറ്റ് ആയി വരുന്ന ടോപ്പിക്ക്. ഡയമണ്ടിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അതിൽ ഡയമണ്ട് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ വേൾഡ്. ലോകത്ത് തന്നെ ഏറ്റവും സ്ട്രെങ്ത്ത് അഥവാ ഹാർഡ്നെസ് ആയ മെറ്റീരിയലാണ്, കാഠിന്യം കൂടിയ മെറ്റീരിയലാണ് നമ്മുടെ ഡയമണ്ട് എന്ന് പറയുന്നത്. ഡയമണ്ടിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം അതിൻ്റെ അകത്തുള്ള കൊവാലൻ്റ് ബോണ്ടാണ്, സഹസംയോജന ബന്ധനമാണ്. ഒരു കാർബണിന് ചുറ്റുമായിട്ട് ബാക്കി 4 കാർബൺ ആറ്റങ്ങൾ കൊവാലൻ്റ്ലി സഹസംയോജനമായി ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ കൊവാലൻ്റ് ബോണ്ട് കാരണമായിട്ട് ഇത് വെരി ഹൈ ഹാർഡ്നെസ് കാണിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ദെൻ രണ്ടാമത്തെ ഫീച്ചറിലേക്ക് പോവുകയാണെങ്കിൽ എക്സാമിൻ്റെ ഒരു ഇഷ്ടമേഖലയാണ് എന്തുകൊണ്ടാണ് ഡയമണ്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്തത്, വൈദ്യുതിയെ കടത്തിവിടാത്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആർ നോട്ട് സീൻ ഇൻ ക്രിസ്റ്റൽ സ്ട്രക്ചർ. അതിൻ്റെ ഘടനയിൽ ഫ്രീ ആയിട്ട് ഉള്ള ഇലക്ട്രോണുകൾ കാണപ്പെടുന്നില്ല. നിങ്ങൾ ഓൾറെഡി ഫിസിക്സിലൊക്കെ പഠിച്ചതാണ്. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നതാണ് ഇലക്ട്രോണെ ഫ്ലോ ചെയ്യുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് കാണപ്പെടാത്തത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല ഡയമണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് തെർമൽ കണ്ടക്ടിവിറ്റി, താപചാലകത. എത്ര ചൂടിനെയും പിടിച്ചു വെക്കാനുള്ള അല്ലെങ്കിൽ കടത്തിവിടാനുള്ള കഴിവ് നമ്മുടെ ഡയമണ്ടിനുണ്ട്. അതുകൊണ്ട് ഡയമണ്ടിൻ്റെ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി വെരി ഹൈ ആണ്, താപചാലകത വളരെ കൂടുതലാണ്. മൂന്നാമത്തെ കഴിഞ്ഞിട്ട് നാലാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം എന്ന് പറയുന്നത് ഡയമണ്ടിനെ സംബന്ധിച്ചിടത്തോളം വെരി ഹൈ ആണ്. വെരി ഹൈ തെർമൽ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അവിടെ കാണിക്കുന്നത്.